ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ് റെയിൻ ബസേരെ में എന്ന യാത്രാവൃത്തിലെ ആക്ടിവിറ്റീസാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, സഹി പ്രസ്താവ് ചുൻകർ ലിഖി. ശരിയായത് എഴുതാം. ട്രൂ ഓർ ഫോൾസ്. അമൃതലാൽ വേഗഡിനെ നർമ്മദ കെ കിനാരെ പദയാത്രാക്കി. അമൃതലാൽ വേഗഡ് നർമ്മദ നദീതീരത്തേക്കാണ് കാൽനടയാത്രയായി പോയത്. അത് ശരിയാണോ തെറ്റാണോ എന്ന്? അത് ശരിയാണ്, ട്രൂ. ബാരിഷ് ഹോനെ സെ യാത്രിയോങ്കോ പതൗഡ ഗാവ് മേ ഹി രുക്ന പടാ. മഴ വന്നതുകൊണ്ട് ആ യാത്രികർ പതൗഡ എന്ന ഗ്രാമത്തിലാണ് തങ്ങിയത്. അതും ട്രൂ ആണ്. ലേഖക് അവർ സഹായക് മന്ദിർ കി ഛത്ത് പർ സോ ഗയേ. ലേഖകനും അദ്ദേഹത്തിൻ്റെ സഹായിയും ഈ അമ്പലത്തിൻ്റെ മേൽക്കൂരയിലാണ് ഉറങ്ങിയത്. അത് തെറ്റാണ്, ഫോൾസ്. ചോട്ടുവിനെ ഗാം വാലേ കെ ലിയെ ഖാന പക്കായ. ചോട്ടു അവിടുത്തെ ഗ്രാമവാസികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി. അത് തെറ്റാണ്. നെക്സ്റ്റ്, നീന്ത് ഗുൽത്തെ ഹി ലേഖകിനെ ഏക് സ്ത്രീ കോ അപ്നെ പാസ് ബൈഠെ ദേഖ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മുടെ ലേഖകൻ തൻ്റെ അടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നതാണ് കണ്ടത്. അതെന്താണ്? ഫോൾസ്. പാഗൽ ആദ്മീനെ ചാബൂക്ക് സെ യാത്രിയോങ്കോ മാര. ആ ഭ്രാന്തനായ വ്യക്തി ചാട്ടവാറ് കൊണ്ട് യാത്രക്കാരെ അടിച്ചു. അത് തെറ്റാണല്ലേ, ഗലത്ത്. പാഗൽ ആദ്മീനെ പിട്ടു സെ കിതാബെ നിക്കാൽക്കർ ഫേങ്ക് ദി. ആ ഭ്രാന്തനായ വ്യക്തി പെട്ടിയിൽ നിന്നും പുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അത് തെറ്റാണ്. പാഗലാത്മി പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞിട്ടില്ല അല്ലേ, അപ്പോൾ അത് തെറ്റാണ്, ഗലത്താണ്. നെക്സ്റ്റ്, പാഗൽ ആദ്മി ലേഖകെ പയർ ദബാത്ത രഹ. പാഗലാത്മി എന്ത് ചെയ്തു? നമ്മുടെ ലേഖകൻ്റെ കാല് തടവിക്കൊടുത്തു. അത് ശരിയാണ്, ട്രൂ. ലേഖകെ ഹാത്ത് മേ 20 പൈസേ കാ സിക്ക രഖ്കർ പാഗൽ ആദ്മി ചലാ ഗയാ. നമ്മുടെ ലേഖകൻ്റെ കയ്യിൽ ആ 20 പൈസയുടെ നാണയം വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഭ്രാന്തനായ വ്യക്തി നടന്നുപോയി. അത് ശരിയാണ്. ലാസ്റ്റ് വൺ, പാഗൽ ആദ്മി ചോട്ടു ബി സാത്ത് ലേ ഗയ. ആ ഭ്രാന്തനായ വ്യക്തി ചോട്ടുവിൻ്റെ കൂടെ പോയി. അതും തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ആൻസറിന് എഴുതിയിട്ട് കൊടുത്തിട്ടുള്ളത് ശരിയായത് മാത്രമാണ്. ഇതിൽ ട്രൂ ആയത് മാത്രം എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഫോൾസ് ആണ്, മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി ബാത്ചിത്തിലേക്ക്. ബാത്ചിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺവെർസേഷൻ. अपरिचित व्यक्ति के जाते ही छोटू ने दरवाज़ा बंद करके उस पर ताला लगा दिया. इस प्रसंग पर छोटू और लेखक के बीच की बातचीत लिखी. ആ അപരിചിതനായ വ്യക്തി പോയ ഉടനെ തന്നെ നമ്മുടെ ചോട്ടു വാതിലടച്ചു പൂട്ടി. ഈ അവസരത്തിൽ നമ്മുടെ ചോട്ടുവും ലേഖകനും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ തമ്മിൽ ഈ ഭ്രാന്തൻ പോയതിന് ശേഷം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് നമ്മുടെ ഭാവനക്കനുസരിച്ച് എഴുതാം. ചോട്ടു, അഹോ ഭാഗ്യ ബച്ച് ഗയ അബ് സോ ജായേ. ഹോ ഭാഗ്യം, നമ്മൾ രക്ഷപ്പെട്ടു, ഇനി നമുക്ക് ഉറങ്ങാം. ലേഖക്, വഹ് കോൻ ഹോഗ. ആരായിരിക്കും അത്? ചോട്ടു, മാലൂം നെഹി മേ തോ ഡർ ഗയ. എനിക്കറിയില്ല, എനിക്ക് പേടിയാകുന്നു. ലേഖക്, മേ ബി ഇസ്ലിയെ ഉസ്കെ സവാലോങ്ക ഉത്തർ നഹീദ. എനിക്കും പേടിയായി, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതിരുന്നത്. ചോട്ടു, സവാൽ ഹെ ക്യാ ബേസിർ പയർ കെ. ചോട്ടു ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ലേഖക്, യദി ചാക്കു ഉസ്കെ ഹാത്ത് ലഗാ ഗയാത്തോ. ലേഖക് എന്താ പറയണേ? ആ കത്തി എങ്ങാനും അയാളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലോ. ചോട്ടു, ഡെറ്റോൾ കി ശീശിക്ക് ക്യാ ഹാലത്ത് ഹേ ദേഖിയേ. കണ്ടോ ആ ഡെറ്റോളിൻ്റെ കുപ്പിയുടെ അവസ്ഥ. ലേഖക്, पर किताबों को देखकर एकाएक उसका व्यवहार बदल गया. उन्हें खोलकर देखा और ज्यों का त्यों रख दिया. എന്താണ്? പുസ്തകങ്ങൾ കണ്ടപ്പോൾ അയാളുടെ പെരുമാറ്റം പെട്ടെന്ന് മാറിയിട്ടുണ്ട്. അയാൾ പുസ്തകങ്ങൾ നോക്കി, എന്നിട്ട് അത് പഴയതുപോലെ വെച്ചതുപോലെ തന്നെ വെച്ചു.
छोटू ठीक है और उसी प्रकार आपको शिक्षक जानकर ही वहाँ शांत हो गया. ശരിയാണ്, താങ്കൾ ഒരു അധ്യാപകനാണെന്നറിഞ്ഞപ്പോൾ അയാൾ ശാന്തനായി. लेखक इसलिए ही हमें सोने की अनुमति दी. मेरे पैर दबाने क्यों आया वह. ശരിയാണ്, പിന്നെ അതുകൊണ്ടാണ് അയാൾ നമ്മളെ ഉറങ്ങാൻ അനുവദിച്ചത്. എന്നിട്ട് എൻ്റെ കാല് തടവാൻ തുടങ്ങി. ചോട്ടു വഹി കാരൻ ആപ്പ് ശിക്ഷക് ഹേ ന. അതിൻ്റെ കാരണം താങ്കൾ ഒരു അധ്യാപകനായതാണ്. ലേഖക് ദേഖോ മുझे കുച്ച് പൈസേ ബി ദിയേ ഹെ. കണ്ടോ, എനിക്ക് കുറച്ച് കാശും തന്നു. ചോട്ടു പൈസേ ദിയേ, കാശ് തന്നോ? ലേഖക് ഹാം ദേഖോ 20 പൈസേ കാ സിക്ക. നോക്കൂ, ഒരു 20 പൈസയുടെ നാണയം. ചോട്ടു അബ് ആപ്പ് സോ ജായേഗെ. സവേരെ ജാന ഹെന. ശരി, നമുക്ക് ഉറങ്ങാൻ പോകാൻ, രാവിലെ നേരത്തെ പോകേണ്ടതല്ലേ. ലേഖക് ടീക്ക് ഹെ സോ ജായ. ശരിയാണ്, നമുക്ക് ഉറങ്ങാം. ഇത് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞ സംഭാഷണമാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മുടെ ഭാവനക്കനുസരിച്ച് എഴുതാട്ടോ. ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്, അപ്പോൾ നന്നായി പഠിക്കണം. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് പത്ര. यात्रा के बीच लेखक अपने सहायक के साथ एक रात मंदिर में ठहरा. उस रात के अपने अनुभवों के बारे में बताते हुए लेखक मित्र के नाम पत्र लिखता है. वह पत्र कल्पना करके लिखे. കത്തെഴുതാനാണ്, ലെറ്റർ എഴുതാനാണ്. അതായത് ഈ യാത്രയുടെ ഇടയിൽ ലേഖകിൻ്റെ സഹായിയായ ചോട്ടും കൂടെ ഒരു അമ്പലത്തിൽ താമസിച്ചു. അവിടുത്തെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ലേഖകൻ്റെ ഫ്രണ്ടിന് എഴുതുന്ന ഒരു കത്താണ്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ എഴുതാം? സ്ഥാൻ, താരിഖ് അല്ലേ, സ്ഥലവും തീയതിയും, ഡേറ്റ്. പ്രിയ മിത്ര കൈസേ ഹോ, മേരി യാത്ര ജാരി ഹെ, മൗസം ടീക്ക് നെഹി, വർഷ് ഹെ. സുഖാണോ? എൻ്റെ യാത്ര തുടരുന്നു, ഇവിടുത്തെ കാലാവസ്ഥ അത്ര ശരിയല്ല, മഴയാണ്. കൽ മേൻ ചോട്ടു കെ സാത്ത് ഏക്ക് മന്ദിർ മേ ടഹര. ഇന്നലെ ഞാനും ചോട്ടുവിൻ്റെ കൂടെ ഒരു അമ്പലത്തിലാണ് താമസിച്ചത്. ജിസ് കമരെ മേ ഹം ടെഹരെ ഏക്ക് ആദ്മി ഗുസായെ. ആ രാത്രി ഇവർ രണ്ടുപേര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഭ്രാന്തനായ ഒരു വ്യക്തി വന്നു. പാഗൽത ബഹുത്ത് തങ്ക് കിയാ ഹംനെ കബി ഇത്തന അസഹായ അനുഭവം നെഹി കിയാദ. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു നിസ്സഹായമായ ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ലാച്ചാർ ഹം ഉസ്കി ദോം സഹ്തേ രഹെ. രാത്രി മുഴുവൻ ഞങ്ങൾ അയാളുടെ ശല്യം സഹിച്ചു. ഫിർ വഹ് സമച്ചാ ഗയാ കി മേ ശിക്ഷക് ഹൂ. യഹ് ജാൻകർ വഹ് ശാന്ത് ഹോ ഗയ. പക്ഷെ ഞാനൊരു അധ്യാപകനാണെന്ന് അറിഞ്ഞത് മുതൽ അദ്ദേഹം ശാന്തനായി. മേരെ പയർ ദബാനെ ലഗെ. എൻ്റെ കാല് തടവാൻ തുടങ്ങി. വിക്ഷിപ്തത കെ കാരൻ ഹി വഹ് ഐസാ വ്യവഹാർ കർത്താ ഹെ. ക്യാ കരെ ബേചാര. സുബഹ് ഹം വഹാം സെ നിക്കലെ. ടീക്ക് ഹെ മിലേംഗെ ഹം. ഘർ മേ സബ് സകുശൽ ഹേ ന. ആപ്കാ മിത്ര അമൃതലാൽ വേക്കട്ട്. എന്താണ്, അപ്പോൾ ഇയാൾ ഭ്രാന്തനാണ്. ഇയാൾ ഭ്രാന്തായത് മൂലമാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാവം. അങ്ങനെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ സുഖമാണ്. പിന്നെ വീട്ടിലെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. വീട്ടിലെല്ലാവരും സുരക്ഷിതരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ലെറ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് എന്തെഴുതും? നിങ്ങളുടെ സുഹൃത്ത് ആപ്കാ മിത്ര. ആരാണ്? പേരെഴുതുക, അമൃതലാൽ വേക്കട്. ഇങ്ങനെയാണ് ലെറ്റർ എഴുതുക കേട്ടോ. പിന്നെ ഇതൊരു സുഹൃത്തിന് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാം നോക്കുക, നന്നായി പഠിക്കുക. ഓക്കെ.